രാജ്യത്തിന്റെ പുതിയ ഉപരാഷ്ട്രപതി ആരെന്ന് ഇന്ന് വൈകിട്ട് അറിയാം. 5 മണി വരെയാണ് വോട്ടെടുപ്പ്. NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണനും ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി B സുദർശൻ റെഡ്ഡിയും തമ്മിലാണ് മത്സരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വോട്ട് രേഖപ്പെടുത്തി. വിജയിക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസമുണ്ടെന്ന് സുദർശൻ റെഡ്ഡി പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. धन्यवाद और सभी प्रतिपक्ष के जितने भी नेतागण हैं उन सबको धन्यवाद। सर कितने आश्वस्त हैं आप जीत को लेकर? पूरा सर माइक थोड़ा पीछे कर लो। यार क्या पूरा हम तो इलेक्शन जीतने वाले हैं। और सर अंतरात्मा की बात आपने की है, क्या लगता है क्रॉस वोटिंग होगा? क्रॉस वोटिंग का शब्द आज तक मैं कभी इस्तेमाल करें, मैं सिर्फ अंतरात्मा की आवाज को जगाने के लिए कोशिश कर रहा हूँ। I did not say there will be cross voting. I don't know सर अगर आप what is cross voting. क्या कहेंगे सर? आप सब लोगों की धन्यवाद। സുദർശൻ റെഡ്ഡിയുടെ പ്രതികരണമായിരുന്നു ഇത്. കൂടുതൽ വിവരങ്ങളുമായി രാകേഷ് ചേരുകയാണ്. രാകേഷ്, അത്ഭുതങ്ങളൊന്നും സംഭവിക്കുവാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ലല്ലോ. CP രാധാകൃഷ്ണൻ തന്നെ ഇന്ത്യയുടെ അടുത്ത ഉപരാഷ്ട്രപതിയാകും എന്ന കാര്യം മിക്കവാറും ഉറപ്പ് തന്നെയല്ലേ? അതെ മഞ്ജുഷ്, അങ്ങനെ തന്നെയാണ് കാര്യം. കാരണം കണക്കുകൾ കളിയിൽ NDAക്ക് കൃത്യമായ ഭൂരിപക്ഷമുണ്ട്. കാരണം 781 മൊത്തം ഇലക്ടറൽ കോളേജ്. അതിൽ തന്നെ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 391 പേരുടെ പിന്തുണയാണ്. പക്ഷേ 3 പാർട്ടികൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുക അല്ലെങ്കിൽ ബഹിഷ്കരിക്കുകയോ ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതൊന്ന് ബിജു ജനതാദളാണ്, മറ്റൊന്ന് BRS ആണ്. കൂടാതെ അകാലിദളും വോട്ടെടുപ്പ് ബഹിഷ്കരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൽ 3 പാർട്ടികളും 3 കാരണമാണ് പറയുന്നത്. ബിജു ജനതാദൾ പറയുന്നത് ഞങ്ങൾ 2 മുന്നണിയുടെയും ഇന്ത്യ സഖ്യത്തിൻ്റെയോ NDAയുടെയോ ഭാഗമല്ല, ഒഡീഷയുടെ സമഗ്ര വികസനം മാത്രമാണ് ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ ഈ വോട്ടെടുപ്പിന്റെ ഭാഗമാകാനില്ല, 2 കൂട്ടരെയും പിന്തുണയ്ക്കാനില്ല എന്ന നിലപാടാണ് ബിജു ജനതാദൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. BJDക്ക് 7 രാജ്യസഭാ അംഗങ്ങളാണുള്ളത്. BRSന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അവർ ഉന്നയിക്കുന്ന വിഷയം മറ്റൊന്നാണ്. കാരണം തെലങ്കാനയിലെ കർഷകർ വലിയ തോതിൽ വളപ്രതിസന്ധി നേരിടുന്നുണ്ട്. കേന്ദ്രം ഭരിക്കുന്നത് BJP ആണ്, സംസ്ഥാനം ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. പക്ഷേ ഈ 2 കൂട്ടരും ഒന്നും ചെയ്യുന്നില്ല. നോട്ടയുണ്ടെങ്കിൽ ഒരുപക്ഷെ ഞങ്ങൾ വോട്ട് ചെയ്യുമായിരുന്നു എന്നാണ് BRS വ്യക്തമാക്കുന്നത്. 4 അംഗങ്ങളാണ് BRSനുള്ളത്. അകാലിദൾ സംസ്ഥാനത്ത് വലിയ പ്രളയക്കെടുതിയിലാണ്. കേന്ദ്ര സർക്കാരും സംസ്ഥാനം ഭരിക്കുന്ന ആം ആദ്മി പാർട്ടിയും പ്രളയം നേരിടാൻ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് അവരുടെ പരാതി. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അകാലിദൾ ഇപ്പോൾ വോട്ടെടുപ്പ് ബഹിഷ്കരിച്ചിരിക്കുന്നത്. ഈ 3 പാർട്ടികളും കൂടുമ്പോൾ 12 അംഗങ്ങളാണുള്ളത്. അങ്ങനെ വരുമ്പോൾ പോലും മാറി എന്നാൽ പോലും വിജയിക്കാൻ ആവശ്യമായ ഭൂരിപക്ഷമായി വരുന്നത് 379 വോട്ടാണ്. പക്ഷേ 425 അംഗങ്ങളുടെ പിന്തുണ NDAക്ക് ഏതായാലും ഉണ്ട്. ഇതുകൂടാതെ ആന്ധ്രാപ്രദേശിലെ YSR കോൺഗ്രസ്, അവർക്ക് 11 അംഗങ്ങളുണ്ട്. NDAക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യ സഖ്യത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യ സഖ്യത്തിന് ആകെയുള്ള അംഗബലം 324 കോൺഗ്രസിന് മാത്രമുള്ളത് 126. അതായത് ഒരു കൃത്യമായ ഭൂരിപക്ഷത്തിൽ ഏതാണ്ട് 100-ലധികം MPമാരുടെ പിന്തുണയോടുകൂടി NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ വിജയിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. ഏതായാലും വലിയ മാറ്റങ്ങൾക്കോ അല്ലെങ്കിൽ കൂറുമാറ്റത്തിനോ ഒന്നും തന്നെ സാധ്യതയില്ല. കാരണം പ്രധാനപ്പെട്ട കക്ഷികളെല്ലാം തന്നെ പിന്തുണ CP രാധാകൃഷ്ണന്, NDAയുടെ കക്ഷികളെല്ലാം തന്നെ CP രാധാകൃഷ്ണന് പിന്തുണ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ചില കൗതുകമുണ്ടല്ലോ ഇക്കാര്യത്തിൽ. ഇതിൽ വിപ്പ് ബാധകമല്ലാത്തതിനാൽ ക്രോസ് വോട്ടിങ്ങോ അല്ലെങ്കിൽ വോട്ട് ചോർച്ചയോ അങ്ങനെ ഉണ്ടാകുമോ എന്നുള്ള കാര്യവും അതുണ്ടാകാതിരിക്കാനുള്ള മുന്നൊരുക്കങ്ങളും നടത്തുന്നുണ്ടല്ലോ. അതെ, വിപ്പ് ബാധകമല്ല തെരഞ്ഞെടുപ്പിന്. അതുകൊണ്ട് തന്നെ വോട്ടുകൾ പാഴാക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ മുന്നണികളുടെ ഭാഗത്ത് നടക്കുന്നുണ്ട്. 2 കൂട്ടരും ഇന്നലെ മോക്ക് പോളിംഗ് അടക്കം നടത്തിയിരുന്നു. കാരണം കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ പ്രതിപക്ഷ സഖ്യത്തിന് കിട്ടേണ്ടിയിരുന്ന ഏതാണ്ട് 15 വോട്ടുകൾ അസാധുവായിരുന്നു. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് മോക്ക് പോളിംഗ് ഒക്കെ നടത്തിക്കൊണ്ട് പരമാവധി വോട്ടുകൾ സമാഹരിക്കാനുള്ള നീക്കങ്ങൾ 2 മുന്നണികളുടെയും NDAയുടെയും ഒപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിൻ്റെയും ഒക്കെ തന്നെ ഭാഗത്ത് നടക്കുന്നത്. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പും ഈ തെരഞ്ഞെടുപ്പും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം ജഗ്ദീപ് ധൻകർ അദ്ദേഹം 73% വോട്ട് നേടിക്കൊണ്ടാണ് കഴിഞ്ഞ തവണ ഉപരാഷ്ട്രപതിയായത്. മാർഗരറ്റ് ആൽവെയാണ് അദ്ദേഹം വലിയ മാർജിനിൽ പരാജയപ്പെടുത്തിയത്. അത് ഏതാണ്ട് കഴിഞ്ഞ 6 തെരഞ്ഞെടുപ്പുകൾ 6 ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകൾ നോക്കുമ്പോൾ ഏറ്റവും വലിയ മാർജിനായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇത്തവണ അത്രത്തോളം വലിയ ഭൂരിപക്ഷം CP രാധാകൃഷ്ണൻ ഉണ്ടാകില്ല. ഒരുപക്ഷെ 60% താഴെ മാത്രമായിരിക്കും അദ്ദേഹത്തിന് ലഭിക്കാവുന്ന വോട്ട്. ഇന്ത്യ സഖ്യം പ്രതീക്ഷ വയ്ക്കുന്നതും അവിടെ തന്നെയാണ്. ഒരു ചെറിയ വിള്ളലെങ്കിലും NDA ക്യാമ്പിൽ ഉണ്ടാക്കുക എന്ന ലക്ഷ്യം ഇന്ത്യ സഖ്യത്തിനുണ്ട്. അത് വിജയിക്കുമോ എന്ന് അറിയില്ല. പ്രത്യേകിച്ച്
പ്രത്യേകിച്ച് ബീഹാർ തെരഞ്ഞെടുപ്പ് അടക്കം നടക്കുന്ന സാഹചര്യത്തിൽ ഒരു ശക്തമായ മത്സരം കാഴ്ചവെക്കുക അത് തന്നെയാണ് ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലൂടെ ഇന്ത്യ സഖ്യം മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും വോട്ടെടുപ്പ് 10 മണിക്ക് ആരംഭിച്ചു. ആദ്യ വോട്ടറായി വോട്ട് രേഖപ്പെടുത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖർഗെ, ഒപ്പം തന്നെ നിതിൻ ഗഡ്കരി തുടങ്ങിയവരൊക്കെ തന്നെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 5 മണി വരെയാണ് വോട്ടെടുപ്പ് നിശ്ചയിച്ചിട്ടുള്ളത്. അതിനുശേഷം 6 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. 8 മണിയോടുകൂടി ആരാഗ് പുതിയ ഉപരാഷ്ട്രപതി എന്ന ഔദ്യോഗിക പ്രഖ്യാപനം വരികയും ചെയ്യും. ശരി, ആർ രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. CP രാധാകൃഷ്ണനും സുദർശൻ റെഡ്ഡിയും തമ്മിലുള്ള മത്സരമാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നടക്കുന്നത്. 8 മണിയോടുകൂടി ഫലമറിയുവാൻ കഴിയും.